അതുപോലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് KPCC അന്വേഷണ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളും വിശദാംശങ്ങളും മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ തോൽവിയിൽ നേതാക്കൾ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയെന്ന KPCC റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളത്. മുൻ MP TN പ്രതാപൻ, DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ, അനിൽ അക്കര, MP വിൻസെൻ്റ് എന്നിവർക്ക് ഗുരുതര വീഴ്ചയെന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതേസമയം റിപ്പോർട്ടിൽ നേതാക്കളുടെ പേരില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് തെറ്റാണെന്നും VD സതീശൻ പറയുകയുണ്ടായി. റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അത് ചാനലിൽ കാണുന്ന റിപ്പോർട്ടല്ല, ഞാൻ വായിച്ച റിപ്പോർട്ടല്ല ആ ചാനലിൽ കാണുന്നത്. അത് വേറെ റിപ്പോർട്ട്, വേറെ ആരെങ്കിലും തന്ന റിപ്പോർട്ടായിരിക്കും. അതൊന്നുമല്ല. അവിടെ പല കാരണങ്ങളുണ്ട് തോൽവിയിൽ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്, എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. സംഘടനാപരമായി KPCCക്കാണ് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഇപ്പോൾ ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, മാധ്യമങ്ങൾ കൊടുത്ത റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല, പക്ഷേ അതിലെ പേരുകൾ അതാ റിപ്പോർട്ടിലില്ല. കോൺഗ്രസ് പാർട്ടിയിലേക്ക് നേതൃത്വത്തിലേക്ക് എത്തിയ റിപ്പോർട്ടിൽ പേരുകളില്ലാത്ത ഒരു റിപ്പോർട്ടാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടിൽ നേതാക്കളുടെ പേര് സൂചിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ നേതാക്കളുടെ പേരുകൾ പൊതുവിൽ വരുന്നുണ്ട്. അവർക്ക് സംഭവിച്ച വീഴ്ച, ജാഗ്രത കുറവ്, അവരുടെ പ്രശ്നങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഇതിനോട് ഇന്ന് പ്രതികരിച്ചത്. ശരത്ത്, ശരത്, ഇതിനകത്ത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ തന്നെ ഇത്തരം വാർത്ത നൽകുകയും അതിനുശേഷം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അനിൽ അക്കരയാണ് ആദ്യം ഇറങ്ങി പുറപ്പെട്ടത്. അനിൽ അക്കര ഇത്തരം ഒരു റിപ്പോർട്ട് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ഏതാനും മിനിറ്റുകൾക്കകം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം അനിൽ അക്കര സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടുകൊണ്ട് ഒരു പരാതി നൽകി. ആ പരാതിയിൽ പറയുന്നത് തന്നെ ഗൂഢാലോചന നടത്തി തന്നെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വാർത്ത വന്ന എന്ന രീതിയിലൊരു ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ കാര്യം, എന്നാൽ ഇതിനെയെല്ലാം കോൺഗ്രസ് നേതാക്കൾ തള്ളിക്കളയുന്നുണ്ട്. തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. ഈ റിപ്പോർട്ട് തന്നെയാണ്, ഇത്തരത്തിൽ 3 അംഗ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ട് ഇത് തന്നെയാണ്. ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അനിൽ അക്കരയുടെയും TN പ്രതാപിന്റെയും ജോസ് വള്ളൂരിന്റെയും MP വിൻസെന്റിന്റെയും പേര് തന്നെയുണ്ട്. അവർ മനഃപൂർവ്വമായിട്ട് ഇതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നിൽ ഇവരുടെ ഇടപെടലുകൾ വളരെ പ്രകടമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ശരിയായത് തന്നെയാണ്. ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് പൂർണ്ണമായും ശരിയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം ഇപ്പോഴും കരുതുന്നത്. നിലവിൽ കോൺഗ്രസിനകത്ത് വലിയൊരു പ്രതിസന്ധി ഇത് തൃശ്ശൂരിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിലവിൽ അവിടെ കോൺഗ്രസിന് DCC പ്രസിഡന്റ് ഇല്ല. ഇത്തരത്തിൽ ആരായിരിക്കണം പ്രസിഡന്റ് എന്ന രീതിയിലുള്ള മൂപ്പളമ തർക്കങ്ങൾ വളരെ സജീവമായി നിലക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരത് ഓങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വിശദാംശങ്ങൾ പങ്കുവച്ചത്.